കൊച്ചുണ്ണി, നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടെടുക്കുന്നത്. ഒന്നും മിണ്ടാതെ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങോട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങോട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. ഗുരുവേ, യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ചു ദിവസം അവിടെ എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പരോളിലാണെങ്കിലും ട്രൈ ചെയ്യാം. എനിക്കറിയില്ല. ഹലോ, ഇത് തുമ്മിക്കുഞ്ഞ്, ഇത് കുര്യച്ചൻ, എന്റെ ബ്രദേഴ്സാണ് ശങ്കർ, സുധീർ. ഇവർ നമ്മളുടെ കൊച്ചിൻ ഏജൻസാണ്. ഇത് PM മണക്കാട്. ഹലോ. സാധാരണ നിങ്ങളെ പോലുള്ള മുതലാളിമാര് എന്നെ പോലുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ അയക്കാറേ ഉള്ളൂ, പക്ഷെ കൂടെ വരാറില്ല. നിങ്ങൾ അത് ചെയ്തു, അതും പട്ടാപ്പകൽ. നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തും ഏക് വീർ യോദ്ധ ഹൈ. അവരങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. സിന്ദഹി കി സവാൽ ഹേ. ഇന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് അവന്മാരുടെ കഥ ഞാൻ കഴിക്കും. എന്റെ കൂടെ വന്ന് നിങ്ങൾ ആ റിസ്ക് എടുക്കണമെന്നില്ല. കൂടെ വരുന്നത് റിസ്ക് എടുക്കാൻ അല്ലടോ കില്ലറേ. വിക്രമന്റെ മക്കള് ചോരയിൽ പിടഞ്ഞ് മരിക്കുന്ന എനിക്ക് കാണണം. എടോ കില്ലറേ, തനിക്കറിയാവോ, ഇന്ന് മദ്രാസിൽ കാണുന്ന അവന്റെ സാമ്രാജ്യമെല്ലാം എന്റേതും കൂടെയാ. ഈ കൊച്ചി കടപ്പുറത്ത് മച്ചുവാ തുഴഞ്ഞ് നടന്നവരാ ഞാനും വിക്രമനും. ഈ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായപ്പോഴൊക്കെ പപ്പാതിന്ന് അവൻ പറഞ്ഞിരുന്നു. ഞാനും അത് വിശ്വസിച്ചു. അവസാനം അവൻ എന്നെ ക്രൂരമായി വഞ്ചിച്ചു. എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ മുതലാളിമാരുടെ പ്രതികാര ബുദ്ധിയാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പ്രൊഫഷണൽ കില്ലേഴ്സിന്റെ ചോറ്. ദൈവം കൊടുക്കുന്ന ജീവൻ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല സാർ. എങ്ങനെ? കൊല്ലും കൊലയും അല്ലാതെ ഇതിന് വേറൊരു പരിഹാരമില്ലെന്നാണോ? നീ നിന്റെ നിലയ്ക്ക് നിന്നാ മതി. ഡാഡി ചീറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. രണ്ടുപേരും കൂടെ മച്ചുവാ തോന്നിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം വേണം. റിസ്ക് എല്ലാം ഡാഡിയുടെ പേരിലേക്ക്, ലാഭത്തിന്റെ പങ്ക് വെട്ടാൻ കെയാറും. ഞാൻ പറഞ്ഞിട്ടാ അയാളെ കട്ട് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ അതല്ല ചേട്ടാ. കഞ്ചാവും ചരസും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി ഒഴിവായിക്കൊണ്ടൊരു പ്രവർത്തനം നമുക്ക് പറ്റില്ല. അപ്പൊ ആവശ്യമില്ല ഒരു ശത്രു ഉണ്ടായാൽ അത് നല്ലതല്ലോ. ആര്? കെയാറോ? അവനത്ര പ്രബലനാണെങ്കിൽ ഡാഡി അങ്ങനെ ഈസി ആയിട്ട് അവനെ കട്ട് ചെയ്തു. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളിങ്ങനെ വെറുതെ ഇരുട്ടത്തിരുന്ന് കായലിലോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? അതെ, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ബിയർ, കോഴി, നാടൻ. ഗുരുവിന്റെ പോക്കറ്റിന്റെ ആപ്പീസ് പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ. ഓണ പോക്കിൽ വല്ല ചായക്കടയോ മുറുക്കാൻകടയോ കുത്തി തുറന്ന് സ്ഥലം വിട്ടേക്കട്ടെ. കൊച്ചുണ്ണി, എന്റെ വാസ്തവസ്ഥിതി അറിഞ്ഞാൽ കൊച്ചുണ്ണിക്ക് എന്നെ വിട്ടു പോകാൻ ഒക്കൂല.
3 കാര്യത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെ സഹായം തേടിയില്ല. അറിയാലോ, പെണ്ണെട്ടാൻ, കുട്ടികളുണ്ടാക്കാൻ, മോഷ്ടിക്കാൻ ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. പുരാണം നിർത്തി കാര്യം പറയാന്നേ. പാതിര തങ്കപ്പാ ഉണ്ടായി ഗുരു പറയട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ കിടന്ന് ഇളകിമറിയുന്നുണ്ട്. നേരാണ് കൊച്ചുണ്ണി. അനക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞിരിക്കണ എന്റെ മോൾ അലിക്ക തയ്ച്ച് വിറ്റിട്ടാണ് ഇങ്ങക്കൊക്കെ ആ പാർട്ടി നടത്തിയത്. വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു നിക്കാഹത്ത് വന്നിട്ടുണ്ട്. കൊച്ചുണ്ണിയും ശിഷ്യന്മാരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ പരോള് കഴിയുന്നതിന് മുമ്പ് നമ്മളെ തടിതാ ഈ കായലുണ്ടാവും. എന്റെ ഗുരു അങ്ങനെ പറയരുത്. എന്ത് സഹായം വേണമെന്ന് പറ. ഗുരുവിന് ഞങ്ങളുടെ ഉയിര് വേണമെങ്കിൽ തരാം. നിങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ ഒരു മോഷണം നടത്തി തന്ന എന്റെ മോളെ നിക്കാഹ് നടക്കും. ചെറിയൊരു സ്ത്രീധനം, അത്യാവശ്യം ചില ആഭരണങ്ങൾ. സമാധാനമായിട്ടിരിക്കണം. ഗുരുവിന്റെ ബ്രെയിനും ഞങ്ങളുടെ തടിയും ഒത്തുചേർന്നാൽ പാലാട്ട് കോമന്റെ കോട്ടയ്ക്കകത്ത് കയറിപ്പോലും മോഷ്ടിക്കാം. കോട്ടയിലേക്കൊന്നും പോണ്ട. ഞാൻ ഇവിടെ വലിയൊരു ഹോട്ടൽ കണ്ടു വെച്ചിട്ടുണ്ട്. സാറിനെ കാണാൻ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു. ആരാ? ചോദിച്ചിട്ട് പറയുന്നില്ല, അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞു. വരാൻ പറയൂ. ശരി. എന്താ? ഞാൻ കെയറിന്റെ ഡ്രൈവറാണ്. ഒരു കാര്യം പറയാനുണ്ട്. സുധി, കെയറിന്റെ ആൾക്കാർ നമ്മളെ കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് സ്ഥലം വിടാൻ പറ്റുമോ? വിക്രമന്റെ മക്കൾ അത്ര പേടിതൊണ്ടമാരല്ലെന്ന് കെയറിനൊന്ന് മനസ്സിലാക്കണം. ഞാനും വരുന്നു. I want to see that dead bodies. നിങ്ങൾ ഈ കോലത്തിൽ വന്നാൽ ആകെ കുളമാവും. നമ്മളും ഡെഡ് ബോഡി ആയി പോകും. പിന്നെ ഞാനെങ്ങനെ ശവം കാണും? तुम जाने तक आपको डेड बॉडी मोर्चरी में देखने के लिए सकते हैं. ഓ, മോർച്ചറി പോയാ ഡെഡ് ബോഡി കാണാമെന്ന്. जी जी. ആരാ ഇവൻ? ഇതുപോലെ മുന്തിയ വലിയ വലിയ ഹോട്ടലിലൊക്കെ ധാരാളം സ്വത്തും പണമുള്ള ആൾക്കാരല്ലേ താമസിക്കുക. അവിടെ ഇങ്ങനത്തെ തോക്കരയുള്ള കാവൽക്കാരുണ്ടാവും. അല്ല ശാനെ, ഇവൻ മാത്രമേ കാണോ അല്ല ഇതുപോലെ വേറെ ആൾക്കാരുണ്ടാവും? ഉണ്ടെങ്കിൽ എന്ത്, എത്ര ആളുടെങ്കിലും ഞമ്മക്ക് കൈകാര്യം ചെയ്യാനല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് വരി. ധൈര്യം പുരുഷ ലക്ഷണം.
പോ പോ. വലിച്ചിളക്കി ആളുകളെ ഇളക്കണ്ട. പോ. അവരെവിടെയെങ്കിലും പോട്ടെയോ? അയ്യോ, അവരെങ്ങനെ പോകാൻ പറ്റുമോ? വെട്ടിപ്പൊളി.